Dear friends, you are welcome to Historia. Historia പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പതിവ് പോലെ എല്ലാ ക്ലാസ്സിലും നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഇന്ന് നമ്മൾ പ്രധാനപ്പെട്ട 5 ചോദ്യങ്ങളും ആ 5 ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും അനുബന്ധ കാര്യങ്ങളുമായി നമ്മൾ 5 പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പറയുന്നത് പോലെ ശ്രദ്ധിക്കുക, 5 പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്, ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ്, അനുബന്ധമായ കാര്യങ്ങളാണ്. അങ്ങനെ 5 ചോദ്യങ്ങളുടെ 5 പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഒരു ഫാക്റ്റുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ദി ആർക്കിടെക്റ്റ് ഓഫ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്ന സംഭവം എന്ന് വെച്ചാൽ നമുക്കറിയാം, സ്റ്റാച്യു ഓഫ് യൂണിറ്റി നമുക്കറിയാം ഏകതാ പ്രതിമ റീസെൻ്റ്ലി നമ്മുടെ ഇന്ത്യയിൽ വന്ന ഒന്നാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി. നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമയാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി. അതിൻ്റെ ആർക്കിടെക്റ്റ് ആരാണെന്ന് ഓർത്തുക. സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമയാണ്. 182 മീറ്റർ ഉയരമുള്ള ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമയാണ് ഈ സ്റ്റാച്യു ഓഫ് യൂണിറ്റി. സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ജന്മദിനം എന്നാണ് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ജന്മദിനം വരുന്നത് ഒക്ടോബർ 31 എന്ന് വെച്ചാൽ ഇന്ദിരാഗാന്ധി കൊല ചെയ്യപ്പെട്ട ദിവസമാണ്. ഇന്ദിരാഗാന്ധി കൊല ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയുടെ ചരമദിനമാണ് ഒക്ടോബർ 31. അത് നമ്മൾ പൊതുവെ നാഷണൽ റീഡെഡിക്കേഷൻ ഡേ ആയിട്ടാണ് ആചരിച്ചിരുന്നത്. ആ ദിവസം തന്നെയാണ് നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ജന്മദിനം ഒക്ടോബർ 31. അതാണ് ഇപ്പോൾ നമ്മൾ രാഷ്ട്രീയ ഏകതാ ദിവസമായിട്ട് ആചരിക്കുന്നു. ഒക്ടോബർ 31 തന്നെയാണ്. അപ്പോൾ അതിനോടനുബന്ധമായാണ് നമ്മുടെ ഗുജറാത്തിലെ അഹമ്മദാബാദിനടുത്തുള്ള നർമ്മദാ നദിക്കരയുള്ള കവാദിയ എന്ന സ്ഥലത്താണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി നിർമ്മിക്കപ്പെട്ടുള്ളത്. അതിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് രാം വി സുത്തറാണ്. ആരാണ്? രാം വി സുത്തർ. അപ്പോൾ മറക്കണ്ട, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമയാണ് ഇത് സ്റ്റാച്യു ഓഫ് യൂണിറ്റി. സർദാർ വല്ലഭായ് പട്ടേലിൻ്റെയാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി എന്നൊക്കെ നമുക്കറിയാം. ബിസ്മാർക്ക് ഓഫ് ഇന്ത്യയുടെ ഉരുക്കുമനുഷ്യൻ എന്നറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേൽ, അദ്ദേഹത്തിൻ്റെ പ്രതിമയാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി. ആർക്കിടെക്ട് ആരാണ്? രാം വി സുത്തർ. ഓർക്കുക, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമയാണ്. 182 മീറ്റർ ഉയരമാണ് ഉള്ളത്. 182 മീറ്റർ ഉയരമാണ്. ഏകദേശം 597 അടിയോളം ഉയരം കൂടി അതിന് വരുന്നുണ്ട് എന്നും കൂടി ഓർത്തുക. 597 അടി ഉയരം വരുന്നുണ്ട്. 182 മീറ്റർ ഉയരം കൂടി ഉണ്ട്. ഓർത്തുക. എവിടെയാണ് അത് നിർമ്മിച്ചിട്ടുള്ളത്? നർമ്മദാ നദിക്കരയ്ക്ക് കിട്ടിയ ഗുജറാത്തിലെ അഹമ്മദാബാദിനടുത്തുള്ള നർമ്മദാ നദിക്കരയിലുള്ള ഖവാദിയ എന്ന് പറയുന്ന സ്ഥലത്താണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് എന്നും കൂടി മറക്കണ്ട. അപ്പോൾ ശില്പി ഒന്നുകൂടി പറയുന്നു, രാം വി സുത്തർ. മറക്കാതെ പഠിച്ചു. അപ്പോൾ സ്റ്റാച്യു ഓഫ് യൂണിറ്റി കിട്ടിയായിരിക്കുമല്ലോ. ജന്മദിനം ഒക്ടോബർ 31 മറക്കണ്ട. രാഷ്ട്രീയ ഏകതാ ദിവസമായി ആചരിക്കുന്നത് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ജന്മദിനമായ ഒക്ടോബർ 31 തന്നെയാണ്. ആ ഡേറ്റ് തന്നെയാണ് ഇന്ദിരാഗാന്ധിയുടെ ചരമദിനം. അതും കൂടി മറക്കാതെ പഠിക്കുക. ആ ഡേറ്റ് ഒക്ടോബർ 31 തന്നെയാണ് ഇന്ദിരാഗാന്ധിയുടെ ചരമദിനം. അത് നമ്മൾ നാഷണൽ റീഡെഡിക്കേഷൻ ഡേ, ദേശീയ പുനരർപ്പണ ദിനമായിട്ട് ആചരിക്കുന്നു. ഒന്നും കൂടി ഓർത്ത് വയ്ക്കുക. ക്ലിയർ ആയിരിക്കുമല്ലോ. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം കഴിഞ്ഞു, സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ ശില്പിയാരാണ്. രണ്ടാമത്തത്, റോസ് ഐലാൻഡ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓർത്ത് വയ്ക്കുക. റോസ് ഐലാൻഡ് നാഷണൽ പാർക്ക് എന്ന് ഇന്ത്യയിലെ വളരെ മനോഹരമായ ഒരു നാഷണൽ പാർക്ക്. ഇത് സ്ഥിതി ചെയ്യുന്നത് ആൻഡമാൻ നിക്കോബാറിലാണ്. എവിടെയാണ്? ആൻഡമാൻ നിക്കോബാറിലാണ് റോസ് ഐലൻഡ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഇനി ആൻഡമാൻ നിക്കോബാർ ഓർത്തിക്കുക, ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ നാഷണൽ പാർക്കുള്ള കേന്ദ്രഭരണ പ്രദേശം എന്ന് പറഞ്ഞാൽ ആൻഡമാൻ നിക്കോബാറാണ്. പൊതുവേ നാഷണൽ പാർക്കുകൾ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ചോദിച്ചാൽ അത് നമുക്കറിയുന്നതാണ് മധ്യപ്രദേശാണ്. നാഷണൽ പാർക്കുകൾ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ചോദിച്ചാൽ അത് മധ്യപ്രദേശാണ്. നാഷണൽ പാർക്കുകൾ ഏറ്റവും കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശം ചോദിച്ചാൽ അത് ആൻഡമാൻ നിക്കോബാറാണ്. ആ ആൻഡമാൻ നിക്കോബാറിലാണ് ഈ റോസ് ഐലാൻഡ് നാഷണൽ പാർക്ക് നിലനിൽക്കുന്നത്. ഇനി റോസ് ഐലാൻഡ് നാഷണൽ പാർക്ക് മാത്രമല്ല, മഹാത്മാഗാന്ധി മറൈൻ നാഷണൽ പാർക്കുണ്ട്, ഝാൻസി റാണി നാഷണൽ പാർക്കുണ്ട്, മൗണ്ട് ഹാരിയറ്റ് നാഷണൽ പാർക്കുണ്ട്. അതൊക്കെ പറഞ്ഞത് മഹാത്മാഗാന്ധി മറൈൻ നാഷണൽ പാർക്കുണ്ട്, ഝാൻസി റാണി നാഷണൽ പാർക്കുണ്ട്, മൗണ്ട് ഹാരിയറ്റ് നാഷണൽ പാർക്കുണ്ട്, നോർത്ത് ബട്ടൺ നാഷണൽ പാർക്കുണ്ട് ആൻഡ് സൗത്ത് ബട്ടൺ നാഷണൽ പാർക്കുണ്ട്. ക്ലിയർ ആയിരിക്കുമല്ലോ. റോസ് ഐലാൻഡ് നാഷണൽ പാർക്കുണ്ട്, മഹാത്മാഗാന്ധി മറൈൻ നാഷണൽ പാർക്കുണ്ട്, ഝാൻസി റാണി മറൈൻ നാഷണൽ പാർക്കുണ്ട്, മൗണ്ട് ഹാരിയറ്റ് നാഷണൽ പാർക്കുണ്ട്, നോർത്ത് ബട്ടൺ നാഷണൽ പാർക്ക് ആൻഡ് സൗത്ത് ബട്ടൺ നാഷണൽ പാർക്ക്. ഇതെല്ലാം എവിടെയാണ്? ആൻഡമാൻ നിക്കോബാറാണ്. അതിൽ ഈ സൗത്ത് ബട്ടൺ നാഷണൽ പാർക്കിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ നാഷണൽ പാർക്ക് ചോദിച്ചാൽ അത് സൗത്ത് ബട്ടൺ നാഷണൽ പാർക്ക്. അതാണ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ നാഷണൽ പാർക്ക് ചോദിച്ചാൽ അത് സൗത്ത് ബട്ടൺ നാഷണൽ പാർക്കാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നാഷണൽ പാർക്ക് ചോദിച്ചാൽ അത് ജമ്മു കാശ്മീരിലുള്ള ഹെമിസ് നാഷണൽ പാർക്കാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ നാഷണൽ പാർക്ക്. അപ്പോൾ ഏറ്റവും ചെറുത് സൗത്ത് ബട്ടൺ നാഷണൽ പാർക്കാണ്. അത് ആൻഡമാൻ നിക്കോബാറിലാണെന്ന കാര്യം കൂടി ഓർത്ത് വയ്ക്കുക. ക്ലിയർ ആയിരിക്കുമല്ലോ. അപ്പോൾ റോസ് ഐലാൻഡ് നാഷണൽ പാർക്ക് എവിടെയാണ്? ആൻഡമാൻ നിക്കോബാറിലാണ്. ക്ലിയർ ആയിരിക്കുമല്ലോ. ഓക്കെ. ഇനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ ഇക്കണോമിക്സുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. ഇന്ത്യയിൽ എന്നു മുതലാണ്
ജനറൽ ബഡ്ജറ്റും അതോടൊപ്പം റെയിൽവേ ബഡ്ജറ്റും സെപ്പറേറ്റ് ചെയ്യപ്പെട്ടത്? ഇന്ത്യയിൽ ഏത് വർഷം മുതലാണ് ജനറൽ ബഡ്ജറ്റും റെയിൽവേ ബഡ്ജറ്റും സെപ്പറേറ്റ് ചെയ്യപ്പെട്ടത്? 1924 മുതലാണ്. ആക്വർത്ത് കമ്മീഷൻ എന്ന് വെച്ചാൽ 1919 മൊണ്ടേഗു ചെംസോഡ് ആക്ട്, നമ്മളെല്ലാവരും പഠിക്കാറാണ്. 1919 മൊണ്ടേഗു ചെംസോഡ് ആ ആക്ട് പ്രകാരം രൂപവൽക്കരിക്കപ്പെട്ട ആക്വർത്ത് കമ്മീഷൻ. ആക്വർത്ത് കമ്മീഷൻ്റെ ആക്വർത്ത് ACWORTH ആണ് ആക്വർത്ത് കമ്മീഷൻ ശുപാർശ പ്രകാരം 1924 മുതലാണ് നമ്മുടെ ജനറൽ ബഡ്ജറ്റും റെയിൽവേ ബഡ്ജറ്റും സെപ്പറേറ്റ് ചെയ്യപ്പെട്ടത്. അപ്പോൾ മറക്കണ്ട, റെയിൽവേ ബഡ്ജറ്റ് ആൻഡ് ജനറൽ ബഡ്ജറ്റ് സെപ്പറേറ്റഡ് ഫ്രം 1924 ഓൺ ദി റെക്കമെൻഡേഷൻ ഓഫ് ആക്വർത്ത് കമ്മീഷൻ ശുപാർശ പ്രകാരം വേർതിരിക്കപ്പെട്ടത്. ഇനി അതിനുശേഷം മോഡേൺ കാലഘട്ടത്തിൽ ഈ അടുത്ത കാലത്ത് 2017 മുതൽ വീണ്ടും ജനറൽ ബഡ്ജറ്റും റെയിൽവേ ബഡ്ജറ്റും ഒരുമിച്ചു. ജനറൽ ബഡ്ജറ്റും ഒരുമിച്ചു, രണ്ടും കൂടി ഒരുമിച്ച് ഒന്നാക്കി. മോഡി ഗവൺമെൻറ് രണ്ടും കൂടി ഒന്നാക്കി. അതൊരു ബിബേക് ദിബ്രോയ് കമ്മിറ്റി എന്ന് വെച്ചാൽ നമ്മുടെ നീതി ആയോഗിൻ്റെ കമ്മിറ്റിയാണ് ബിബേക് ദിബ്രോയ് കമ്മിറ്റി. ആ ബിബേക് ദിബ്രോയ് കമ്മിറ്റി ശുപാർശ പ്രകാരമാണ് നമ്മുടെ റെയിൽവേ ബഡ്ജറ്റും ജനറൽ ബഡ്ജറ്റും വീണ്ടും 2017 മുതൽ ഒന്നാക്കിയത്. അതിനുശേഷം ആദ്യത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ആരാണ്? അരുൺ ജെയ്റ്റ്ലിയാണ്. അതേസമയം 2016 അവസാനത്തെ റെയിൽവേ ബഡ്ജറ്റ് അത് സുരേഷ് പ്രഭുവാണ് അവതരിപ്പിച്ചത്. ക്ലിയർ ആയിരിക്കുമല്ലോ. ഇത് ബഡ്ജറ്റ് എന്നൊരു ടോപ്പിക്ക് നമ്മൾ വേറെ ഇട്ടിട്ടുണ്ട്. ബഡ്ജറ്റ് എന്ന ടോപ്പിക്കിൽ ഇത് വിശദമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്ത ആളുകളുണ്ടെങ്കിൽ, അത് താല്പര്യമുണ്ടെങ്കിൽ ആ ബഡ്ജറ്റ് എന്ന ടോപ്പിക്ക് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഇത് വ്യക്തമായി കിട്ടും. അപ്പോൾ എന്തായാലും മറക്കണ്ട, 1924 മുതലാണ് റെയിൽവേ ബഡ്ജറ്റും ജനറൽ ബഡ്ജറ്റും സെപ്പറേറ്റ് ചെയ്യപ്പെട്ടത്. ആക്വർത്ത് കമ്മീഷൻ ശുപാർശ പ്രകാരമാണെന്ന് പഠിച്ചു വയ്ക്കുക. അതിനുശേഷം 2017 ബിബേക് ദിബ്രോയ് കമ്മിറ്റി ശുപാർശ പ്രകാരം വീണ്ടും റെയിൽവേ ബഡ്ജറ്റും ജനറൽ ബഡ്ജറ്റും ഒന്നിച്ചത്. ആ ഒന്നിച്ച ഏകീകൃത ബഡ്ജറ്റ് ആദ്യമായി അവതരിപ്പിച്ചത് അരുൺ ജെയ്റ്റ്ലിയാണ്. അപ്പോൾ അതിൻ്റെ ബാക്കിലുള്ള 2016 ബഡ്ജറ്റ് അത് രണ്ടും സെപ്പറേറ്റ് ആയിരിക്കും. അപ്പോൾ അത് അവസാനത്തെ റെയിൽവേ ബഡ്ജറ്റ് ആയിരിക്കുമല്ലോ. അതുകൊണ്ട് 2014 റെയിൽവേ ബഡ്ജറ്റ് അല്ലെങ്കിൽ അവസാനത്തെ റെയിൽവേ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ആരാണ്? സുരേഷ് പ്രഭുവാണെന്ന കാര്യം കൂടി ഓർത്ത് വയ്ക്കുക. ക്ലിയർ ആയിരിക്കുമല്ലോ. അപ്പോൾ ആക്വർത്ത് കമ്മീഷൻ മറക്കേണ്ട 1924. ക്ലിയർ ആയിരിക്കുമല്ലോ. then നമുക്ക് നാലാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഇന്ത്യയിൽ അവിശ്വാസ പ്രമേയം നേരിട്ട ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ്? ഹു വാസ് ദി ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഇന്ത്യ ടു ഫേസ് നോൺ കോൺഫിഡൻസ് മോഷൻ? അവിശ്വാസ പ്രമേയം നേരിട്ട ആദ്യത്തെ പ്രധാനമന്ത്രി. ഓർത്തിക്ക് ഇന്ത്യയിൽ ആദ്യമായി അവിശ്വാസ പ്രമേയം നേരിടുന്ന പ്രധാനമന്ത്രി എന്ത്? 1963 നെഹ്റു ആണ്. ഇന്ത്യയിൽ ആദ്യമായി അവിശ്വാസ പ്രമേയം നേരിട്ട പ്രധാനമന്ത്രി 1963 ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റുവിനെതിരെ അന്നത്തെ കോൺഗ്രസ് പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി നേതാവായിരുന്ന JB കൃപലാനിയാണ് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത്. പക്ഷേ നെഹ്റു അത് വളരെ ഭംഗിയായി അതിനെ വിജയിച്ചു പോയി. അതുകൊണ്ട് അവിശ്വാസ പ്രമേയത്തിൽ പുറത്താക്കപ്പെട്ടില്ല. അപ്പോൾ അവിശ്വാസ പ്രമേയം നേരിട്ട ആദ്യത്തെ പ്രധാനമന്ത്രി നെഹ്റുവാണ്. പക്ഷേ അവിശ്വാസ പ്രമേയത്താൽ പുറത്താക്കപ്പെട്ട 3 പ്രധാനമന്ത്രിമാരാണ് ഇന്ത്യയിലുള്ളത്. അതിലൊന്ന് 1990 ആരാണ്? VP സിംഗ് ആണ് ആദ്യമായിട്ട് അവിശ്വാസ പ്രമേയം നേരിട്ട വ്യക്തി. അതിനുശേഷം 97 ആര് വരുന്നുണ്ട്? HD ദേവഗൗഡ. അതിനുശേഷം 99 AB വാജ്പേയി. അപ്പോൾ 3 ആളുകളാണ് ഇന്ത്യയിൽ അവിശ്വാസ പ്രമേയത്താൽ പുറത്താക്കപ്പെട്ട ആൾ. ആരെങ്കിലും? ഒന്ന് VP സിംഗ് 90, അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറഞ്ഞത് 97 ആരാണ്? HD ദേവഗൗഡ, 99 AB വാജ്പേയി. അപ്പോൾ അവിശ്വാസ പ്രമേയം നേരിട്ട് ആദ്യത്തെ പ്രധാനമന്ത്രി നെഹ്റുവും അവിശ്വാസ പ്രമേയത്തിൽ പുറത്താക്കപ്പെട്ട 3 ആളുകൾ VP സിംഗ്, ദേവഗൗഡ, AB വാജ്പേയി. ക്ലിയർ ആയിരിക്കുമല്ലോ. അപ്പോൾ നാലാമത്തെ ചോദ്യം കിട്ടിയില്ലേ? നോൺ കോൺഫിഡൻസ് മോഷൻ എന്ന സംഭവം കിട്ടിയില്ലേ? ഇനി നമുക്ക് അഞ്ചാമത്തെ ചോദ്യം, അതും ഫാക്ട് ബേസ്ഡ് ആണ്. ദാറ്റ് ഈസ് നമ്മുടെ ഇന്ത്യൻ ആർട്ട് ആൻഡ് കൾച്ചറുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഇന്ത്യയിൽ കാറ്റുകളുടെ കൊട്ടാരം എന്നറിയപ്പെടുന്നത് ഏതാണ്? പാലസ് ഓഫ് വിൻഡ് എന്നറിയപ്പെടുന്നത് ഏതാണ്? ഓർക്കുക, നമ്മുടെ രാജസ്ഥാനിലെ ജയ്പൂരിലുള്ള ഹാവ മഹലാണ് ഇന്ത്യയിൽ കാറ്റുകളുടെ കൊട്ടാരം എന്ന് അറിയപ്പെടുന്നത്. മറക്കണ്ട, രാജസ്ഥാനിലെ ജയ്പൂരിലുള്ള ഹാവ മഹലാണ് കാറ്റുകളുടെ കൊട്ടാരം എന്നറിയപ്പെടുന്നത്. അന്നത്തെ രാജാവായ സവായ് പ്രതാപ് സിംഗ് ആണ് ഇതിന് ഈ ഒരു കൊട്ടാരം നിർമ്മിച്ചത്. സവായ് പ്രതാപ് സിംഗ് ആണ് കാറ്റുകളുടെ കൊട്ടാരം എന്നറിയപ്പെടുന്ന ഹാവ മഹൽ സ്ഥാപിച്ചത്. അതിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ഉസ്താദ് ലാൽ ചന്ദ് ഉസ്താദ് അദ്ദേഹമാണ് ഹാവ മഹലിൻ്റെ ശില്പി. ഇനി ഇതിൻ്റെ കാറ്റുകളുടെ കൊട്ടാരം എന്ന് പറയാനുള്ള കാരണം പ്രധാനമായിട്ടും 953 ജരാഗോസ് എന്ന ജനലുകളാണ്. 953 ജനലുകൾ ഈ ബിൽഡിങ്ങിനുണ്ട്. നമ്മൾ പറഞ്ഞ ഈ കൊട്ടാരത്തിന് ചുറ്റുപാടും 953 ജനലുകൾ, 953 ജനലുകളാണ്. അതുകൊണ്ട് എപ്പോഴും കൊട്ടാരത്തിനുള്ളിലേക്ക് കാറ്റുകളുണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഇതിന് കാറ്റുകളുടെ കൊട്ടാരം എന്ന് പറയുന്നത്. അപ്പോൾ മറക്കണ്ട, പാലസ് ഓഫ് വിൻഡ് അല്ലെങ്കിൽ കാറ്റുകളുടെ കൊട്ടാരം എന്നറിയപ്പെടുന്നത് രാജസ്ഥാനിലെ ജയ്പൂരിലുള്ള ഹാവ മഹലാണ്. നിർമ്മിച്ച ആൾ സവായ് പ്രതാപ് സിംഗ് ആണ്. അതിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത്
ലാൽചന്ദ് ഉസ്ത എന്ന് പറയുന്ന ആളാണ്. ക്ലിയർ ആയിരിക്കുമല്ലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ 5 പ്രധാനപ്പെട്ട ചോദ്യങ്ങളും കഴിഞ്ഞു. അതിൻ്റെ ഉത്തരങ്ങളും അനുബന്ധ കാര്യങ്ങളുമായി നമ്മൾ 5 പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് പഠിച്ചത്. സോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും ഇതേപോലെ 5 പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും അനുബന്ധ കാര്യങ്ങളുമായി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ക്ലാസ്സുകൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ആളുകൾ, PSC പഠിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ അറിവ് നേടാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ബൈ.